വിയൂർ ജയിലിലെ തടവുകാർ നിരാഹാര സമരത്തിൽ. അതിസുരക്ഷാ ജയിലിൽ തടവുകാരെ മർദ്ദിച്ചു എന്നാരോപിച്ചാണ് സന്തോഷ്, വിവേക് എന്നിവർ നിരാഹാര സമരം നടത്തുന്നത്. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഇരുവരും നിരാഹാര സമരം ഇപ്പോഴും തുടരുകയാണ്. ഈ മാസം 13-നാണ് ജയിൽ ജീവനക്കാർ മാവോയിസ്റ്റ് കേസിൽ തടവിൽ കഴിയുന്ന മനോജ്, NIA കേസിൽ തടവിൽ കഴിയുന്ന അസറുദ്ദീൻ എന്നിവരെ മർദ്ദിച്ചു എന്ന പരാതി ഉയർന്നത്. ജെയ്സനുണ്ട്. ജെയ്സൺ, ഈ പരാതിയിൽ കഴമ്പുള്ളതാണോ? അരുൺകുമാർ, ഇത് സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ല. രണ്ടുപേരും ഇപ്പോൾ ചികിത്സയിലാണ് എന്നാണ് ജയിൽ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഈ രണ്ടുപേരെ മർദ്ദിച്ചെന്നാരോപിച്ചാണ് രണ്ട് മാവോയിസ്റ്റ് തടവുകാർ ഇപ്പോൾ നിരാഹാരം കഴിഞ്ഞ് 2 ദിവസം മുൻപ് ആരംഭിച്ചതാണ്. ഇന്നാണ് അവർക്ക് ആരോഗ്യനില വഷളായി. അതോടുകൂടി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും അവർ അവിടെ നിരാഹാരം തുടരുകയാണെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ വിയൂർ ജയിലിലേക്ക് എത്തുന്നുണ്ട്. അവർ അകത്ത് സൂപ്രണ്ടിനെയും അതുപോലെ തന്നെ സഹ തടവുകാരെയും കാണാൻ ശ്രമിക്കും. ഇവിടെ നടന്ന സംഭവങ്ങൾ സംബന്ധിച്ചുള്ള വിശദമായ ഒരു അന്വേഷണം അവരുടെ ഭാഗത്ത് നടത്തുക എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം 13-ാം തീയതി വൈകിട്ടാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. ജയിൽ ജീവനക്കാരെ മർദ്ദിച്ചു എന്നതാണ് ജയിൽ ജീവനക്കാർ വ്യക്തമാക്കുന്നത്. അതിനുശേഷം പക്ഷേ തടവുകാർ പറയുന്നത് അവരെ മർദ്ദിച്ചു എന്നതാണ്. ഏതായാലും ഇത് സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ല. ഇപ്പോൾ നിരാഹാരം തുടരുക തന്നെയാണ് തടവുകാർ. താങ്ക് യു. ജെയ്സൺ ചമ്പളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി ബ്രേക്കിംഗ് അവേഴ്സിന്റെ സമയമാണ്. വാർത്തകൾക്ക് ചൂട് പിടിച്ചു തുടങ്ങുന്നു.